വെണ്ണീലവും പൊന്നിന്നതിയും വെണ്മയും സുഖമെன்று പറ്റിയ പണി ഇത് തന്നെടാ. നിർത്തി. ഈ ഫോട്ടോസും റീൽസും എല്ലാം ഡിലീറ്റ് ചെയ്ത് ഇൻസ്റ്റന്റ് ഡീആക്ടിവേറ്റ് ഞാൻ പോവേണ്ട. ഇനിയൊന്നും ഞാൻ നിന്റെ മുമ്പിൽ വരത്തില്ല. അല്ലെങ്കിൽ നീയൊക്കെ ആരാടാ എന്റെ പടത്തെ കുറ്റം പറയാ? എന്ത് യോഗ്യതയാടാ ഉള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത് ആകെ ഒറ്റയാൾക്ക് എന്റെ പടത്തെ കുറ്റം പറയാവുള്ള ആരെന്നറിയാവുന്നു? കമലഹാസൻ. ഒരുമാതിരി കമലഹാസന്റെ തലയിൽ തവള തൂറിയോല്ല അപരാധിച്ച പടം കാണാനായിട്ട്. എനിക്ക് വിളിയടാ, കമലഹാസനെ വിളിച്ചിട്ട് എന്റെ 150 രൂപ അയച്ചു തരാൻ പറയടാ. പേര് പറയടി. ചോദിച്ചാ മതിയാണോ? വട്ടപ്പേര് പറയടി. കൊട്ടപ്രമീള. അയ്യേ കൊട്ടെ, ഭർത്താവ് മരിച്ചപ്പോഴേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടിയ കൊട്ടയാ ഞാൻ ചോദിച്ചത്. രാജൻ പൊണ്ടാട്ടിടാ. എനിക്ക് കിട്ടിയത് ഗുണ്ടമിനു. അയ്യോ ആ ഗോൾഡ് പൊട്ടം ചെയ്ത് പൊട്ടക്കിട്ട് അടിയും കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യും? എടോ, ഇനി ഒരു 50 കോടി പടയടക്കാതെ തനിക്ക് നാട്ടിലെ വീട്ടിൽ നിന്ന് വരേട്ടില്ല കേട്ടോ. നീ ഞാൻ പണ്ട് അനൗൺസ് ചെയ്ത പടമല്ലേ? ആ ഉണ്ണി മുകുന്ദന്റെ മാളികപ്പുറത്തിന് പാൻ ഇന്ത്യ റീച്ച് കിട്ടിയില്ലല്ലോ. വർക്കിച്ച എഴുതിക്കോ, ഉണ്ണി മുകുന്ദന്റെ മാളികപ്പുറത്തിന് അടിക്കാനായിട്ട് പൃഥ്വിരാജ് സുകുമാരന്റെ പാൻ ഇന്ത്യൻ അയ്യപ്പൻ. വർക്കിച്ച എങ്കിൽ ഇതും കൂടി എഴുതിക്കോ, മാളികപ്പുറം തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്തിറക്കി പാൻ ഇന്ത്യൻ റീച്ച് കൈവരിക്കാൻ പോകുന്നു. വർക്കിച്ച അവനെ പിടിച്ചോ. ഇനിയുള്ള തലമുറ അയ്യപ്പനായിട്ട് എന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. ആയൊക്കെ പൈലെ കുറെ കേരട്ട് കളികൾ ഈ പൈലിനെ കാണാൻ തിയേറ്ററിൽ കിടന്ന് ശരണം വിളിയും ഇതിലൊന്നും ചാക്കാലയിൽ എന്നെ പോവാനെ.